ജ്യോതി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന്. എത്ര പറഞ്ഞാലും കേക്കില്ല. എനിക്കും ബുദ്ധിയൊക്കെ ഉണ്ട്, ആലോചിക്കാനുള്ള കഴിവുമുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. നിനക്ക് വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യ്. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ഒരു മണ്ണും ചെയ്യണ്ടെന്ന്. പ്രശ്നമില്ലാത്ത കുടുംബങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാ കുടുംബത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഇന്ന് ഓരോ കുടുംബത്തിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കുടുംബത്തിന്റെ സമാധാനം തന്നെ നശിപ്പിക്കുകയാണ്. പ്രശ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കാതെ മുഖം തിരിച്ചുകൊണ്ടു പോകുന്നത് നല്ലതല്ല. ഇതിനെക്കുറിച്ചാണ് കർത്താവിന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം സംസാരിക്കാതിരിക്കരുത് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ആ പിണക്കം വലുതായി പരസ്പരം സംസാരിക്കാതിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ എത്തരുത്. പലരും ചെറിയ വാക്കുകൾ പോലും ഊതിപ്പെരുപ്പിച്ച് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം സംസാരിക്കാതിരിക്കാറുണ്ട്. ഇത് കുടുംബത്തെ ബാധിക്കും, മക്കളെയും ബാധിക്കും. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ കോപിച്ചാലും പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന്. ഇങ്ങനെ അതാത് ദിവസങ്ങൾക്കുള്ള പാപക്കണക്കുകൾ അന്ന് തന്നെ ദൈവ മുൻപാകെ സമർപ്പിച്ച് ഏറ്റുപറയേണ്ടതാണ്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബം ഒരു നല്ല വീടായി മാറുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കുടുംബം അനുഗ്രഹപ്രദവുമായിരിക്കും. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. യേശുവിന്റെ ജീവിതം നോക്ക്. നന്മ ചെയ്യുന്നവനായി അവൻ സഞ്ചരിച്ചെന്ന് വേദപുസ്തകത്തിലുണ്ട്. വിശ്രമിക്കാൻ പോലും സമയമില്ല. ആരന്വേഷിച്ചു വന്നാലും മുഖം ചുളിക്കാതെ, അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ യേശു സഹായിച്ചു മോനെ. അമ്മ എന്താണ് ചെയ്യുന്നത്? കാശോ പണമോ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കർത്താവിന്റെ ഉപദേശം പറയുന്നതല്ലേ ഉള്ളൂ. അതിനെന്തിനാ തടസ്സം നിൽക്കുന്നേ? നീയും നിന്നെക്കൊണ്ടാവുന്ന നന്മ ചെയ്യേ. അതാണ് കർത്താവിനും ഇഷ്ടം. എന്താ ജ്യോതി ഇതൊക്കെ? ആർക്കോ വേണ്ടി സ്വന്തം മകനെ വിട്ടുകൊടുത്ത് സംസാരിക്കുക? ഞാനിപ്പോ അങ്ങനെ എന്താ പറഞ്ഞേ? നീ ഒന്നും പറയണ്ട. നീ അകത്തുകൂടാ. എപ്പോ നോക്കിയാലും അവിടെ ഒരു ഉപദേശം. ഞാനിപ്പോ എന്തു പറഞ്ഞിട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ എന്താ പറയാത്തത് ജ്യോതി? നിന്റെ ഉപദേശമൊക്കെ നാട്ടുകാരോട് മതി, വീട്ടിൽ കൊണ്ടുവരണ്ട. എന്നെ ഉപദേശിക്കുന്നു, മോളെ ഉപദേശിക്കുന്നു. അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ ഒരു പരിധിയില്ലേ? പുറത്തുള്ളവർക്ക് നീ ജ്യോതി ചേച്ചിയായിരിക്കും, പക്ഷെ വീട്ടില് നീ എന്റെ ഭാര്യയാ, എന്റെ പിള്ളേരുടെ അമ്മ. ഞാൻ അങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നേ? എന്തിലാ ഞാൻ കുറവ് വരുത്തിയത്? അത് ഞാൻ തന്നെ പറയണോ? നീ ഏതോ സ്കൂൾ ടീച്ചറിനെ പോലെയും മക്കളെ സ്റ്റുഡൻസിനെ പോലെയല്ലേ കാണുന്നത്. അതെന്താ എന്ന് വെച്ച് ഞാൻ ശാസിക്കരുതെന്നാണോ? നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് ചീത്തയാക്കുന്നത്. രണ്ടുപേരില് ആരെങ്കിലും ഒരാള് ശാസിക്കണ്ടേ? എനിക്കറിയാം ജ്യോതി, എപ്പോ ശാസിക്കണം, എപ്പോ നിയന്ത്രിക്കണം എന്നൊക്കെ.
നീയും ഈ കാര്യങ്ങള് മനസ്സിലാക്കിയ നന്ന്. എന്ത് ചെയ്തോണ്ടിരിക്കുക? അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? രാവിലെ ഉണർന്ന ഉടനെ ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണോ? മൊബൈലല്ലേ നോക്കുന്നത്, വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതും തെറ്റ് തന്നെയാ. എന്ത് തെറ്റ്? വല്ല മെസ്സേജും ഫോണിൽ വന്നോന്ന് നോക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോവും. അല്ല, അങ്ങനെ പറയരുത്. പ്രഥമ സ്ഥാനം എപ്പോഴും യേശുവിന് തന്നെ കൊടുക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ചിട്ട് അത് കഴിഞ്ഞ് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് നല്ലത്. മൊബൈലിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജിനേക്കാളും കർത്താവിന്റെ അടുത്തുനിന്ന് വരുന്ന മെസ്സേജാണ് ഏറ്റവും പ്രധാനം. ജ്യോതി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ടാന്ന്. നീ അനുസരിക്കുന്ന മട്ടില്ല. എനിക്കും ബുദ്ധിയൊക്കെ ഉണ്ട്, ആലോചിക്കാനുള്ള കഴിവുമുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം. നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി നോക്ക്. അതല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ... പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ ജ്യോതി? നീ ഉപദേശിക്കാൻ വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ... നോക്ക് ജ്യോതി, ഞാനായിട്ട് ഒന്ന് സംസാരിക്കുന്നത് വരെ നീ എന്നോട് സംസാരിക്കാൻ വരരുത്. ഒന്ന് നിന്നേ, ഞാനും വരുന്നു. എന്നെ പച്ചക്കറിക്കട വിട്ടാ മതി. നിക്കണേ. നിക്ക്. വിഷമിക്കണ്ട അമ്മേ, അച്ഛനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഒരു 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവും. ഞാൻ നല്ലതിനല്ലേ പറഞ്ഞത്, അതിനെന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? മോനും എന്നോട് സംസാരിക്കുന്നില്ല. ഈ വീട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ പേടിച്ചിട്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. ഞാൻ നോക്കിയോളാം. അച്ഛനോടും അവനോട് ഞാൻ സംസാരിച്ചോളാം. വേണ്ട മേഴ്സി, പിന്നെ അച്ഛൻ നിന്നോടും സംസാരിക്കാതെയാവും. നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്താ അമ്മയോട് സംസാരിക്കാത്തത്? അങ്ങനെയൊന്നും ഒന്നുമില്ലല്ലോ, സംസാരിക്കുകയും ചെയ്യും. എനിക്കറിയാം, നീ അച്ഛനും ഇപ്പൊ അമ്മയോട് സംസാരിക്കാറേയില്ല. ആരാ? നിന്റെ അമ്മയാണോ പറഞ്ഞത്? അച്ഛാ. എന്താ മേഴ്സി, നീയും നിന്റെ അമ്മയെ പോലെ എല്ലാരും ഉപദേശിക്കാൻ തുടങ്ങിയോ? അങ്ങനെയൊന്നും അല്ല അച്ഛാ, അമ്മ പാവല്ലേ. അല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. കുറച്ചുനാൾ മിണ്ടാതിരുന്നാ ചിലപ്പോ നന്നാവും. മേഴ്സി, ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരം വേണ്ട. എല്ലാം ഞാൻ നോക്കിയോളാം. രഞ്ജിത്ത്, അതിരിക്കട്ടെ, മാലതിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. അവരെന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്? നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറച്ചാൾ മാലതിയോട് സംസാരിക്കാറില്ലായിരുന്നു, അതായിരുന്നു കാരണം. മിണ്ടാതിരുന്നോ? ഞാനും ജ്യോതിയോട് മിണ്ടാതിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണോ മാലതി ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അതെ ചേട്ടാ,
അത് കഴിഞ്ഞ് ചേച്ചിയാണ് ഒന്ന് സംസാരിച്ചത്. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാതിരിക്കുന്നത് നല്ലതല്ല. അത് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കൊണ്ടുവരും. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കാൻ തോന്നും. ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ, എന്തിന് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പോലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സംസാരിക്കാറേയില്ല. ഒരേ വീട്ടിൽ തന്നെയാണെങ്കിലും മുഖാമുഖം പോലും നോക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമാണ്, മഹോന്നതമാണ്. അവര് രണ്ടുപേരും വെവ്വേറെ ശരീരമല്ല, രണ്ടുപേരും ഒരേ ശരീരമാണെന്നാണ് കർത്താവ് പറയുന്നത്. ഒരേ ശരീരത്തിനുള്ളിൽ എന്തിനാണ് കയ്പും വിരോധവും ഒക്കെ? പറഞ്ഞേ, എന്താ രഞ്ജിത്ത്, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് തന്നെ വെറുപ്പ് തോന്നുമോ? ഇല്ല ചേച്ചി. അതുപോലെ തന്നെ ഭാര്യയും സ്വന്തം ശരീരമാണെന്ന് ഭർത്താവ് വിചാരിക്കുകയും ഭർത്താവ് സ്വന്തം ശരീരമാണെന്ന് ഭാര്യയും വിചാരിക്കുകയാണെങ്കിൽ കയ്പിന് സ്ഥാനമേ ഇല്ല, കോപവും വരില്ല. ഇത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്താ ചേട്ടാ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല രഞ്ജിത്ത്, ഞാൻ പോവാ. നിങ്ങൾ കണ്ടില്ലേ, ജ്യോതിചേച്ചി നാടകത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാതിരിക്കരുത് എന്ന് നമ്മൾ കണ്ടു. ഇനി തുടർന്ന് സഹോദരി വസന്തി പോൾ അവർകൾ നിങ്ങൾക്കായി കർത്താവിന്റെ വചനങ്ങൾ പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക, കർത്താവിൽ നിന്നും അത്ഭുതങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. സത്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ ഓരോ ആഴ്ചയും ഈ പരിപാടിയിലൂടെ നമ്മോട് സംസാരിച്ച് നമ്മെ മാറ്റി, നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി, കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകി നല്ല ഒരു വീടാക്കി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തെ നാം മഹത്വപ്പെടുത്തണം. ഇന്നത്തെ പരിപാടിയിൽ കർത്താവ് നമ്മോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, സംസാരിക്കാതെ ഇരിക്കരുത് എന്നുവെച്ചാൽ ഇന്ന് പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ലെന്ന് തന്നെ പറയാം. എല്ലാ കുടുംബങ്ങളിലും എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഇന്ന് ഓരോ കുടുംബത്തിലും ഓരോ പ്രശ്നങ്ങൾ വന്ന് കുടുംബത്തിന്റെ സമാധാനം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരുപക്ഷെ മക്കളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് കാരണമായിരിക്കാം, ഭാര്യ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബക്കാരോ ഭാര്യയുടെ കുടുംബക്കാരോ മൂലമായിരിക്കാം. കുടുംബത്തിൽ സമാധാനമില്ലായ്മ തോന്നാം, കുറവുകൾ ഉണ്ടായിരിക്കാം, പണത്തിന് പ്രശ്നം, കടബാധ്യതകൾ, വേണ്ടാത്ത സംശയങ്ങൾ. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ കാരണം കുടുംബത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കാതെ മുഖം തിരിച്ചുകൊണ്ടു പോകുന്നത് ഒരിക്കലും നല്ലതല്ല. ഇതാണ് കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാറില്ല, പേരൻസും മക്കളും തമ്മിൽ സംസാരിക്കാറില്ല, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം സംസാരിക്കാറില്ല. എത്രയോ വർഷങ്ങളായി സംസാരിക്കാത്തവരുണ്ട്. പരസ്പരം സംസാരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊന്നും നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമേ അല്ല, കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ്. കുടുംബങ്ങളെ കർത്താവ് സമാധാനം കൊണ്ട് നിറച്ച്, സന്തോഷം കൊണ്ട് നിറച്ച് വരാനിരിക്കുന്ന ഉണർവിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്നാൽ ഇന്ന് കുടുംബങ്ങളിൽ വേർപിരിവും പോരാട്ടവും പ്രശ്നങ്ങളുമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടായാൽ മക്കളെ ദൂതയക്കും. അച്ഛൻ പറയും, എടാ ഇന്ന് ഞാൻ വൈകുന്നേരം വരാൻ അല്പം വൈകുമെന്ന് അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് മകനോട് പറയും. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കത്തപ്പോ എന്ത് ചെയ്യും? എടാ നിന്റെ അച്ഛൻ എപ്പോ വരുമെന്ന് ചോദിക്ക്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോന്ന് ചോദിക്ക്, അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോ ഇന്നത് വാങ്ങിച്ചോണ്ട് വരാൻ പറ എന്ന് പറഞ്ഞ് മോനെ ദൂതയക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാകുമ്പോൾ മക്കളായിരിക്കും ദൂതന്മാർ. അതുപോലെ അച്ഛനും മകനും തമ്മിൽ സംസാരിക്കില്ല. എത്രയോ കുടുംബങ്ങളിൽ മക്കൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ സ്വന്തം അച്ഛനോട് സംസാരിക്കാറേയില്ല. അപ്പോൾ അമ്മയായിരിക്കും കാര്യങ്ങളൊക്കെ പറയാറ്. അമ്മ അച്ഛനോട് പറയാം, അടുത്ത മാസം എനിക്ക് ഫീസ് അടയ്ക്കണം, എനിക്ക് ഇന്നിടത്തേക്ക് പോണം, പണം വാങ്ങിച്ചതാ
അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് മക്കൾ അച്ഛനോട് സംസാരിക്കാതെ അമ്മയോട് കാര്യം പറഞ്ഞയക്കും. പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ കർത്താവിന്റെ വചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നോ, എഫേസ്യർ 4-ാം അധ്യായം 26-27 വചനങ്ങൾ നാം വായിച്ചു നോക്കുകയാണെങ്കിൽ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ കോപം വരും. കോപം വന്നാലും പാപം ചെയ്യാതിരിപ്പിൻ. ദേഷ്യം വരും, അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാൽ നിങ്ങൾ പാപത്തിനിടം കൊടുക്കരുത്. ആ കോപം കാരണം പാപം ചെയ്യാൻ പാടില്ല. കോപം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ പരസ്പരം മുഖം തിരിച്ചിരുന്നാൽ എന്താണ് ഉണ്ടാവുക? കുടുംബത്തിലാകെയുള്ളത് 2 പേരോ 3 പേരോ ആയിരിക്കും. ആരും പരസ്പരം സംസാരിക്കാതെ മുഖം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാൽ അവിടെ പിന്നെ യേശുവിന് എന്താണ് ജോലി? അവിടെ യേശു ഉണ്ടാവുമോ? വേറെ ആരുണ്ടാവും? പിശാചായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ വചനം പറഞ്ഞിട്ട് അതേ അധ്യായത്തിലെ അടുത്ത വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം സംസാരിക്കാതെ മുഖം തിരിച്ചിരുന്നുകൊണ്ട് മുഖം വീർപ്പിച്ചിരുന്നാൽ അവിടെ ആരായിരിക്കും വരിക? പിശാച് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കോപിച്ചാലും പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപമെല്ലാം തണുക്കണം, ആ വഴക്ക് തീരണം, ദേഷ്യം തീരണം, കയ്പ് മനോഭാവം അരുത്. ദേഷ്യം ഇല്ലാതാകണം, അതൊട്ടും പാടില്ല. അതവിടെ ഉണ്ടെങ്കിൽ പിശാച് അവിടെ വരും. കർത്താവ് അതാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചിനിടം കൊടുക്കരുത്, കോപത്തിനിടം കൊടുക്കരുതെന്ന്. ഈ അടുത്തൊരു ദിവസം ഒരു അമ്മയെയും അപ്പനെയും കൂട്ടിക്കൊണ്ട് ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു. ആ അപ്പനും അമ്മയ്ക്കും അവർക്ക് വളർന്ന പ്രായമുള്ള മക്കളൊക്കെ ഉണ്ട്. ആ മൂത്ത മകനാണ് കൂട്ടിക്കൊണ്ടു വന്നിരുന്നത്. അവൻ പറഞ്ഞ ഒരു കാര്യം, എന്റെ അപ്പനും അമ്മയും ഒരേ വീട്ടിലാണ് ജീവിക്കുന്നത്, 4 വർഷമായി സംസാരിച്ചിട്ട്. അമ്മ പ്രത്യേകം പാചകം ചെയ്ത് കഴിക്കും, അപ്പന് പറ്റുമെങ്കിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ട് മിണ്ടാതെ കിടന്നുറങ്ങും. 4 വർഷമായി. നല്ല പ്രായമുള്ള മക്കളും ഉണ്ട് അവർക്ക്. മക്കളുടെ വിവാഹം കഴിഞ്ഞ് പേരക്കുട്ടികളും വന്ന ശേഷം ഇവര് 2 പേരും തമ്മിൽ സംസാരിക്കുന്നേയില്ല. അങ്ങനെ അവരെ 2 പേരെയും ഞങ്ങളെ വിളിച്ചിരുത്തി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അമ്മയോട് സംസാരിച്ചപ്പോൾ അവര് പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യൂ, ഞാൻ സംസാരിക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ശിക്ഷ. എന്താണെന്നോ, കുടിച്ചിട്ട് വരുന്നു, അനാവശ്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷ. എന്ന് മാറ്റം ഉണ്ടാകുന്നോ അന്ന് ഞാൻ സംസാരിച്ചോളാം എന്നാണ് ആ അമ്മ പറഞ്ഞത്. എന്നാൽ 1 പത്രോസ് 3-ാം അധ്യായത്തിലെ 1-2 വചനങ്ങൾ എന്താണ് പറയുന്നത്? ഭർത്താക്കന്മാർ വല്ലവരും ഒരുപക്ഷെ വചനം അനുസരിക്കാത്ത പക്ഷം, അതായത് രക്ഷപ്രാപിക്കാത്തവർ, മദ്യപാനികൾ, അല്ലെങ്കിൽ ഏതോ ഒരു പാപശീലത്തിന് അടിമയാണെങ്കിൽ പോലും ഭാര്യമാരുടെ ഭയത്തോടുകൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ചേർന്നു വരുവാൻ ഇടയാകും എന്ന് പറയുന്നു. പക്ഷെ ഇവര് നേരെ വിപരീതമാണ് പറയുന്നത്. ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് ശിക്ഷ, മാറി വരട്ടെ, അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നു. ഇങ്ങനെ വിദണ്ഡാവാദം പറഞ്ഞുകൊണ്ട് എത്രയോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം. അതുപോലെ സദൃശവാക്യങ്ങൾ 10-ാം അധ്യായത്തിലെ 12-ാം വചനം പറയുന്നു, പക വഴക്കുകൾക്ക് കാരണമാകുന്നു. ഈ വചനത്തിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഇങ്ങനെ 4 വർഷം ഒരേ വീട്ടിൽ തന്നെ പകയോടെ ജീവിച്ചാൽ അത് പിന്നീട് വഴക്കായി തീരും. അതായത് ആ പക വഴക്കുകൾക്ക് കാരണമാകും. ആ വഴക്കുകൾ എന്ത് ചെയ്യുമെന്നോ, കയ്പ് മനോഭാവവും വൈരാഗ്യവും ഉണ്ടാക്കും. അപ്പോൾ അവിടെ കലഹവും തർക്കങ്ങളും ഉണ്ടാകും. വീട്ടിൽ സമാധാനമുണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവില്ല, സ്നേഹമോ സന്തോഷമോ ഉണ്ടാവില്ല, അരുതാത്തതെല്ലാം നടക്കും. പലയിടത്തും കണ്ടിട്ടില്ലേ, എത്രയോ ഭർത്താക്കന്മാർ തന്നിഷ്ടത്തിന് പരസ്ത്രീകളുമായിട്ട് ബന്ധം വെക്കും, ഭാര്യയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ബന്ധം. ആത്മഹത്യകൾ, എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, സമാധാനമില്ലെന്ന് പറഞ്ഞ് തെറ്റായ തീരുമാനങ്ങൾ. ഭാര്യയോ ഭർത്താവോ ആത്മഹത്യ ചെയ്യുന്നു, അതുപോലെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നു. എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ വേർപിരിയുന്നത്? കുടുംബത്തിൽ സമാധാനമില്ല, അവിഹിത ബന്ധങ്ങൾ. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നോ, എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പകയായി, അത് വഴക്കിൽ ചെന്ന് കലാശിച്ച് വെറുപ്പുളവാക്കി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കിടയായിത്തീരുന്നു. പല തെറ്റായ വഴികളിലേക്കും അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം ഞാൻ കേട്ടറിഞ്ഞതാണ്. അവർക്ക് 2 പേർക്കും തമ്മിൽ എന്തോ ഒരു പ്രശ്നം, അതുകൊണ്ട് അവർ സംസാരിക്കാറില്ല. അപ്പോൾ ആ ഭർത്താവിന് ഭാര്യയോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു ചീട്ടിൽ എഴുതി ആ ടേബിളിന്റെ മുകളിൽ വെക്കുമെന്ന്. ആ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർ ഒരു ചീട്ടിൽ എഴുതി ടേബിളിന് മുകളിൽ വെക്കുമെന്ന്. അങ്ങനെ 2 പേരും പരസ്പരം സംസാരിക്കുന്നത് എങ്ങനെയാണ്? ചീട്ട് എഴുതി വെച്ചിട്ടാണ്. ഒരേ വീട്ടിലാണ് താമസം, കടലാസിൽ എഴുതി വെക്കുക. അങ്ങനെ ഒരു ദിവസം ആ സഹോദരന്റെ ജോലി സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു.
അതുകൊണ്ട് വെളുപ്പിന് 5 മണിക്ക് തന്നെ എണീറ്റ് അങ്ങോട്ട് പോകണമായിരുന്നു. ഈ സഹോദരൻ എന്ത് ചെയ്തെന്നോ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരു ചീട്ടില് നാളെ രാവിലെ 5 മണിക്ക് തന്നെ എനിക്ക് ജോലിക്ക് പോണം, എന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ചീട്ടിൽ എഴുതിയിട്ട് ടേബിളിന് മുകളിൽ വെച്ചിരുന്നു. അത് ഈ സഹോദരി കാണുകയും ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടുപേരും കിടക്കാനും പോയി. രാത്രി രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി. രാവിലെ പെട്ടെന്ന് ആ സഹോദരൻ ഉണർന്നു നോക്കിയപ്പോ മണി 6 കഴിഞ്ഞു. അപ്പോൾ ആ സഹോദരന് ഭയങ്കര ടെൻഷനും ദേഷ്യവും. 5 മണിക്ക് എന്നെ എണീപ്പിക്കാൻ പറഞ്ഞതാണ്, ഇവളെ എണീപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കിച്ചണിൽ ഭാര്യയുടെ അടുത്ത് പോയി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിക്കുകയാണ്. ആ സഹോദരി എന്ത് ചെയ്തെന്നോ, മറുപടി ഒന്നും പറയാതെ വേഗം അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നു. ഇവളെങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി അയാൾ പുറകെ വന്നപ്പോ ആ സഹോദരൻ കിടന്നിരുന്ന കിടക്കയിലെ തലേണയ്ക്ക് അരികിലായിട്ടൊരു ചീട്ട് എഴുതി വെച്ചിരിക്കുന്നു. മണി 5 ആയി, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് ചീട്ടെഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെ എഴുന്നേക്കാൻ പറ്റും? ഇയാൾ ഒച്ചയിടുകയാണ്. ചീട്ടെഴുതി വെച്ചാൽ ഞാൻ എങ്ങനെ എഴുന്നേക്കാനാണ്? എന്നെ വിളിച്ചുണർത്തണ്ടായിരുന്നോ എന്ന് ചോദിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴാ സഹോദരി പറഞ്ഞത്, നിങ്ങൾ എന്നോട് സംസാരിക്കാറേ ഇല്ലല്ലോ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിളിച്ചുണർത്തുക? നിങ്ങൾ ചീട്ടെഴുതി വെക്കും, ഞാനും ചീട്ടെഴുതി മറുപടി തന്നു എന്ന് പറഞ്ഞത്. ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു, ജോലിക്ക് തന്നെ പ്രശ്നമാകും എന്ന് പറഞ്ഞ് അയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ അവിടെ ഭയങ്കര വാക്കുതർക്കം. ആ വാക്കുതർക്കം മൂത്ത് പ്രശ്നമായി. അതിനുശേഷം രണ്ടുപേരും ചിന്തിച്ചു എന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തമ്മിൽ പ്രശ്നവും വാക്കുതർക്കവും? നമുക്കിത് ഇന്നിവിടെ നിർത്താമെന്ന് പറഞ്ഞ് രണ്ടുപേരും തെറ്റുകൾ മനസ്സിലാക്കി ക്ഷമ ചോദിച്ച് പരസ്പരം യോജിച്ചു എന്ന്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊലോസ്യർ 3-ാം അധ്യായത്തിലെ 13-ാം വചനം എന്താണ് പറയുന്നതെന്നോ, അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അങ്ങനെ വേണം നാം പെരുമാറാൻ. അതാണ് കർത്താവിന്റെ വചനവും നമ്മെ ഉപദേശിക്കുന്നത്. എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാ കുടുംബങ്ങളിലും കോപവും പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങൾ തീരില്ല. പകരം പ്രാർത്ഥിക്കണം, മനസ്സു തുറന്ന് സംസാരിക്കണം. പ്രശ്നത്തിന് എന്താണ് പരിഹാരം? രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുക. സംസാരിക്കാതിരുന്ന ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി, വഴക്കുണ്ടായി, കലഹം വന്നു. അതിനുശേഷം കാര്യം ബോധ്യമായി, പരസ്പരം യോജിച്ചു. എങ്ങനെയെങ്കിലും കർത്താവിന് മുൻപാകെ ചെന്ന് പ്രാർത്ഥിച്ച് പരസ്പരം മനസ്സു തുറന്ന് സംസാരിച്ച് യോജിക്കണം. പിടിവാശി, പൊള്ളയായ ഗർവം, വിട്ടുവീഴ്ച ചെയ്യില്ല, താണുകൊടുക്കില്ല, ഇതുപോലുള്ള സ്വഭാവങ്ങൾക്കൊന്നും ഇടം കൊടുക്കരുത്. കർത്താവിന്റെ മക്കളാണ് നമ്മൾ. കർത്താവ് സ്നേഹവും ഐക്യതയുമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി വിട്ടുകൊടുത്ത് ജീവിക്കണം, താഴ്ന്നു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടുവീഴ്ച വേണം. അപ്പോഴേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കൂ. പിശാചിന് നിങ്ങളുടെ കുടുംബത്തിൽ ഇടമുണ്ടാവില്ല. ജീവനുള്ള ദൈവമായ കർത്താവ്, സമാധാനം നൽകുന്നവൻ, സമാധാന പ്രഭു നമ്മുടെ കുടുംബത്തിലേക്ക് വരും. അതിനായി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേരാണ് ഇന്ന് പരസ്പരം വഴക്കുണ്ടാക്കി സംസാരിക്കാതിരിക്കുന്നത്? കയ്പ് മനോഭാവം കൊണ്ടു നടക്കുന്നു, സംസാരിക്കുകയേയില്ല. ആ സഹോദരി പറഞ്ഞതുപോലെ, ഞാൻ സംസാരിക്കാതിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന് ശിക്ഷ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എത്ര പേരുണ്ട്? ഇന്ന് യഹോവ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം സംസാരിക്കാതിരിക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനമില്ലേ? പരസ്പരം മുഖം തിരിച്ചിരിക്കുകയാണോ? കർത്താവ് നിങ്ങളോടാണ് പറയുന്നത്. സഹോദര, ഇന്ന് യോജിക്കുക. സഹോദരി, ഇന്ന് യോജിക്കുക. മക്കളെ, ഒരുപക്ഷെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ ആരായിരുന്നാലും, കുടുംബത്തിൽ ആരായിരുന്നാലും ശരി, കർത്താവിന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സഹായിക്കും. പിശാചിന്റെ പ്രവൃത്തികൾ നശിച്ചു പോകും. സമാധാന പ്രഭുവായ യേശു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ വാക്കുകളിലൂടെ അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് പലരുടെയും കുടുംബങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങളും പോരാട്ടങ്ങളും സമാധാന കുറവുകളും എല്ലാം ഇന്ന് തന്നെ ഇല്ലാതായി പോകട്ടെ. വർഷക്കണക്കിന്, മാസക്കണക്കിന് പകയോടെ, വിദ്വേഷത്തോടെ സംസാരിക്കാതിരിക്കുന്ന ഓരോ സഹോദരനെയും, ഓരോ സഹോദരിയെയും, ഓരോ മക്കളെയും, കുടുംബ ബന്ധങ്ങളെയും കർത്താവ് ഇന്ന് ഈ ദിവസം സമീപിക്കണമേ. അങ്ങ് അവരുമായിട്ട് ഇടപെടണമേ. ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അറുതി വരട്ടെ. പരസ്പരം മനസ്സു തുറന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേരെയാക്കുന്നതിനായി ഇന്ന് കർത്താവ് സഹായിക്കണമേ. സമാധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന, പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാതെ വിദ്വേഷവും പകയും ഉണ്ടാക്കുന്ന ശത്രുവിന്റെ സകല പ്രവൃത്തികളും നസറായനായ യേശുക്രിസ്തുവിന്റെ സർവശക്തമായ നാമത്തിൽ ഇന്ന് തന്നെ നശിച്ചു പോകുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങുമാറാകട്ടെ. സമാധാന പ്രഭു ഓരോ കുടുംബത്തിലും ഇറങ്ങുമാറാകട്ടെ. സ്വാതന്ത്ര്യം നൽകണമേ. സമാധാനം അരുളി ചെയ്യണമേ. സംസാരിക്കാതിരിക്കുന്നവർ തമ്മിൽ ഒത്തുതീർപ്പായി നന്നായി സംസാരിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ദേവനായ കർത്താവ് കൃപ നൽകണമേ. അങ്ങേക്ക് മാത്രമേ അതിന് സാധിക്കൂ കർത്താവേ. അങ്ങ് ഇവരിൽ പ്രവർത്തിക്കണമേ. കുടുംബങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കണമേ. ബന്ധങ്ങൾ നേരെയാകട്ടെ കർത്താവേ. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ സമാധാനം
സമാധാനമുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ ദുഷ്ടപ്രവൃത്തികളും നശിച്ചു പോകട്ടെ. ഇന്ന് കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും അങ്ങ് നൽകി അനുഗ്രഹിച്ചതിനായി അങ്ങേക്ക് സ്തോത്രം. ഓരോ കുടുംബവും ഒരു നല്ല വീടായി മാറ്റേണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി ശനിയാഴ്ചയും ഞായറാഴ്ചയും കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalamavadi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.